പോക്സോ കേസിലകപ്പെട്ട CPM നേതാവ് KV തോമസിനെ രക്ഷിക്കാൻ ശ്രമിച്ച MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF കോതമംഗലത്ത് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേസെടുക്കുന്നതിന് വൈകിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും UDF ഉന്നയിച്ചു. KV തോമസിനെതിരായ പോക്സോ കേസുകളുടെ പശ്ചാത്തലത്തിൽ UDF കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആന്റണി ജോൺ MLA രാജിവെക്കണമെന്നും കേസെടുക്കുന്നത് വൈകിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. UDF ജില്ലാ ചെയർമാൻ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജകമണ്ഡലം ചെയർമാൻ TU കുരുവിള അധ്യക്ഷത വഹിച്ചു. MS എൽദോസ്, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, KP ബാബു, PAM ബഷീർ, പ്രിൻസ് വർക്കി, ഇബ്രാഹിം കവല, PK മൊയ്തു, AT പൗലോസ്, ജോമി തെക്കേക്കര, CK സത്യൻ, EM മൈക്കിൾ, മാത്യു ജോസഫ്, AC രാജശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലത്തെ നെറികെട്ട പോലീസിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടിയെ വിളിച്ച് വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ മറിച്ചും തിരിച്ചുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. മൊഴിയിൽ വ്യക്തതയില്ല, മറിച്ചും തിരിച്ചുമൊക്കെ കുട്ടി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് തള്ളാനാണ് കോതമംഗലം പോലീസിന്റെ നേതൃത്വത്തിൽ ഈ MLA നീക്കം നടത്തിയത്. കുട്ടി മൊഴിയിൽ ഉറച്ചു നിന്നു. എന്ത് വില കൊടുത്തും ഈ നെറികെട്ടവനെ അകത്താക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള തീരുമാനവുമായി കുട്ടി മുന്നോട്ട് വന്നതാണ് ഇന്ന് ഇവൻ ജയിലിൽ കിടക്കുന്നതിന്റെ പ്രധാന കാരണം. പിന്നെ MLA വെച്ച് താമസിപ്പിക്കാൻ തുടങ്ങി ഈ കേസ്. കോതമംഗലം CI ഇതിനെല്ലാം ഒത്താശ. GTV ന്യൂസ് കോതമംഗലം.